അപ്പോൾ അതേ ഇത് കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പുട്ടാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഓട്സ് കൊണ്ടൊരു അടിപൊളി റാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഈസിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഹലോ ഗായ്സ്, ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ പുട്ട്, പക്ഷേ ഞാൻ അതിനെ പ്രോട്ടീൻ റിച്ച് ആക്കാനായിട്ട് പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാനൊരു പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ട്. പക്ഷേ ഇതല്ല, ഇത് വേറൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞാനൊരു ഓട്സിൻ്റെ റാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓട്സ് നമ്മൾ രാവിലെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 റെസിപ്പിയാണിന്ന്. അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള എൻ്റെ പുട്ട് കണ്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അതുപോലെ ഇതാണ് ഓട്സിൻ്റെ റാപ്പ്. അപ്പോൾ ഇത് രണ്ടും ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട്, അപ്പോൾ ഈ പുട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് ഇതിന് ഒത്തിരി കാർബുണ്ടല്ലോ. അപ്പോൾ ഞാനിത് കാർബ് കുറയ്ക്കാനായിട്ട് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. പ്രോട്ടീൻ കൂട്ടിയിട്ടുമുണ്ട്. ഓട്സിൽ പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് സക്സസ് ആവും, പെർഫെക്റ്റ് ആവും. അപ്പം അത് ട്രൈ ചെയ്തിട്ട് ഒരു കമൻ്റ് ഇടുക. അപ്പോൾ ഇനി നല്ല വേറെ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ ആലോചിച്ച് സെർച്ച് ചെയ്ത് ഞാനിത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഇനി മുട്ട എടുത്തിട്ട് അതിൻ്റെ എഗ് വൈറ്റ് മാറ്റാനുണ്ട്. പിന്നെ ഈ യോക്ക് മാത്രം ഈ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അടുത്ത മുട്ടയുടെ അങ്ങനെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഈ എഗ്ഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. യോക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പാലൊഴിക്കാനുണ്ട്. ഫോർക്ക് വെച്ച് ഇങ്ങനെ കാണിച്ചാലും ഇങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ബബിൾസൊക്കെ കയറിയിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. അത് ഇനി കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഏകദേശം ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സായിട്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മുടെ പുട്ടുപൊടി നനയ്ക്കുന്നത്. ഇപ്പോൾ പുട്ടുപൊടി നനയ്ക്കാനുള്ള വെള്ളം റെഡിയായിട്ടുണ്ട്. പുട്ടുപൊടി ഞാൻ ഉപ്പിട്ടൊക്കെ വെച്ചേക്കുന്നതാണ്. അതിലേക്ക് ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഓട്സിൻ്റെ റാപ്പിന് വേണ്ടി എടുക്കാനുണ്ട്. പുട്ട് സാധാരണ നനയ്ക്കുന്ന പോലെ അങ്ങ് നനച്ചു കൊടുത്താൽ മതി. മിക്സ് ആയിക്കോട്ടെ, ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കണേ. നമുക്ക് നമ്മുടെ പുട്ടുപൊടി പോലെ തന്നെ നനഞ്ഞ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ബൗളിലൊന്ന് കറക്കിയെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഞാനത് മിക്സിയുടെ ബൗളിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നല്ല പൊടി പോലെ വരും, നല്ല അടിപൊളി. അപ്പോൾ നമ്മുടെ പാലും മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടുപൊടി റെഡിയായി. ഇത് ഒരു ചിരട്ട പുട്ടിൻ്റെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയ്ക്ക് പകരം ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. ഇത് പ്രോട്ടീൻ റിച്ച് ആണ്, കാരണം എഗ് വൈറ്റ് ആണ്. എഗ് വൈറ്റും മിൽക്കും കൂടിയാണ് ഇതിനകത്ത് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുട്ടുപൊടിയാണിത്. അപ്പോൾ നിങ്ങളത് ഒരു കാർബ് ഫുഡാണെങ്കിലും അതിനെ എങ്ങനെ പ്രോട്ടീൻ റിച്ച് ആക്കാമെന്നുള്ള ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഈ പുട്ടുപൊടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ എഗ് യോക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ്.
എഗ്ഗ് ഒക്കെ എടുക്കട്ടെ. ഇനി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. വേണ്ടവർക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടി സ്റ്റീം ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട എഗ്ഗ് യോക്ക് സെൻറ്ററിലും എഗ്ഗ് വൈറ്റ് വെച്ച് പാലും ഇട്ടിട്ട് മിക്സ് ചെയ്ത പുട്ടുപൊടി ഞാനിത് സ്റ്റീം ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റീമൊക്കെ വന്നു. ഇതേ പുട്ടുപൊടി സ്റ്റീം ചെയ്യാൻ പോവാം. ഒരു 5 മിനിറ്റ് സ്റ്റീമിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയും വേവും പുട്ടും റെഡിയാവും. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതേ ഓട്സ് റോൾഡ് ഓട്സ് ആണ്. ഇത് ഞാൻ മിക്സ് ചെയ്ത് ചെറിയ ബൗളിലൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഓട്സ് പൊടിച്ചുകൊണ്ടുവന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ എഗ് വൈറ്റിൻ്റെയും പാലിൻ്റെയും മിക്സർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് അതൊരു ബാറ്റർ പോലെ, നമ്മൾ ദോശയൊക്കെ ചുടുന്ന ബാറ്റർ പോലെ അങ്ങ് ആക്കിയെടുക്കുകയാണ്. ദോശയുടെ അത്രയും ലൂസ് ആവണ്ട, ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നമ്മളിത് മിക്സ് ചെയ്ത് അത് ഒരു പാൻ കേക്ക് പോലെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാനൊരു ഹാഫ് അവക്കാഡോ എടുത്തിട്ടുണ്ട്. അവക്കാഡോയിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുവാണ്, ലൈം ജ്യൂസ്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. പാൻ കേക്കിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാനാണ്. എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ചേർക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള വെജിറ്റബിൾസ്, അതായത് സാലഡ് പോലെയുള്ള റോ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്താൽ അത് ഒരു ഷുഗർ കൂടാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തു. ഇത് പാൻ കേക്കിൻ്റെ കൂടെ വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ സ്റ്റീം ചെന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ പുട്ട് സെൻറ്ററിലുള്ള എഗ്ഗ് ഒക്കെ നന്നായിട്ട് വെന്തു. എല്ലാം കൊണ്ടും അടിപൊളിയുള്ള ഒരു പുട്ടാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ മറ്റേ സൈഡിലാണ് നമ്മുടെ എഗ്ഗ് ഉള്ളത്. അതങ്ങനെ തിരിച്ച് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലോ ഇൻ കാർബായിട്ടുള്ള വെജിറ്റബിൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. മുട്ടപ്പുട്ട്. അത് കാർബ് കുറവുള്ളൂ, കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ, ബാക്കി പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ അധികം കൂടാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് ഓട്സിൻ്റെ ആ റാപ്പ് ഉണ്ടാക്കാം. പാൻ ചൂടായി ഞാൻ പാൻ കേക്ക് ഒഴിക്കുകയാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്സ് പാൻ കേക്ക്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ എഗ്ഗ് യോക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഇത് മറിച്ചിടണം. അങ്ങനെ അത് നന്നായിട്ട് കുക്കായി കിട്ടുന്നത്. അപ്പോൾ ഇതേ ഒന്ന് അടച്ച് വെക്കുവാണ്. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞൊന്ന് മറിച്ചിട്ടാൽ ഇത് റെഡിയായി.
നല്ല ഈസിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഓട്സ് വെറുതെ കലക്കി എടുത്തിട്ട് ഇങ്ങനെ മുട്ടയും മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അത് പ്രോട്ടീൻ റിച്ചുമാണ്. ഓട്സിൽ പ്രോട്ടീൻ ഉള്ളതാണല്ലോ. പിന്നെ ഓട്സ് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓട്സ് നല്ലൊരു നമ്മൾ അരി കഴിക്കുന്നേക്കാളും ഓട്സ് കഴിക്കുന്നതാകുമ്പം അത്രയും കാർബ് നമുക്ക് വരുന്നില്ല. പിന്നെ ഓട്സ് ഒത്തിരി കുറുക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ കാർബ് കൂടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അധികം കാർബ് അതിലേക്ക് വരുന്നില്ല. നമ്മൾ പിന്നെ എഗ് വൈറ്റും എഗ്ഗും ഒക്കെ ആഡ് ചെയ്തേക്കുവാണല്ലോ. പിന്നെ ഞാനിതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ക്യാരറ്റും അവക്കാഡോയും ലെമണും എല്ലാം കൂടെ മിക്സ് ചെയ്ത ആ മിക്സ്ചർ ഇതിൻ്റെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു റാപ്പ് പോലെ മടക്കി നമുക്കിത് കഴിക്കാവുന്നതാണ്. നമ്മുടെ രാവിലത്തെ ഒരു പ്രോട്ടീൻ റിച്ചും ഫൈബർ റിച്ചും എല്ലാമായിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഓട്സ് കഴിച്ചാൽ നമുക്ക് വെയിറ്റ് ലോസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അതിൻ്റെ കൂടെ നമ്മൾ അവക്കാഡോ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റും കിട്ടും. അതുപോലെ ക്യാരറ്റ് ആകുമ്പോൾ ഫൈബറുണ്ട്, ഓട്സിലും ഫൈബറുണ്ട്. പിന്നെ ഓട്സ് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയുകയും ചെയ്യും. അപ്പം ഇതാണ് ഞാനിന്ന് കഴിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റാപ്പ്. അതിൻ്റെ കൂടെ നമ്മൾ പുട്ടും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് ഒക്കെ ഇടണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.